പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? UDF-ലേക്ക് പോകേണ്ട ആവശ്യം അവർക്ക്? ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യസ്ത അഭിപ്രായം ഇല്ലാത്തത്? ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ഇപ്പോൾ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ആ പല അഭിപ്രായങ്ങളും അതിനെ ക്രോഡീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം അനുസരിച്ച് പോകും. പാർട്ടിക്കകത്തൊരു ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണോ ഇപ്പോഴും പുറത്തു വരുന്ന ഈ വാർത്തകളൊക്കെ? പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ 5 MLA-മാരും എല്ലാവരും അതിന്റെ കൂടെ നിൽക്കും. സംശയമുണ്ടോ? ഒരു സംശയവും. ഈ വ്യത്യസ്ത അഭിപ്രായമാണോ ഈ തെറ്റിദ്ധാരണകൾക്ക് കാരണമായത്? വ്യത്യസ്തമായി ഏത് അഭിപ്രായം? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ 2 അഭിപ്രായം. അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ? അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായമില്ലേ? അവിടുത്തെ UDF-നകത്ത് അഭിപ്രായം ഇല്ലേ? അതിനകത്ത് LDF-നകത്ത് അഭിപ്രായം ഇല്ലേ? LDF കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എന്താ? LDF-നകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാനാണോ? അല്ലല്ലോ. UDF-നകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണ്, നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത്? അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും. അതിനെന്നാ കുഴപ്പം? പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ, ചർച്ചകളാണതെല്ലാം. അല്ല, പാർട്ടിക്കുള്ളിലെ ചർച്ച എന്നല്ലോ. പാർട്ടിക്കുള്ളിലേക്കകത്ത് ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് കൂടാൻ പോകുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റമല്ലല്ലോ. അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ജാഥയുടെ ക്യാപ്റ്റൻ ആരായിരിക്കും? ജോസ് കെ മാണി. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട്, ബഡ്ജറ്റുണ്ട്. അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതിന് സത്യമാണ്. എന്തുകൊണ്ട് അതിനകത്താണ്. അപ്പോൾ ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരിക്കും, സംശയമൊന്നുമില്ല. ഒരു കാര്യം, ജോസ് കെ മാണി ഈ സോണിയാഗാന്ധിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം? അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ അതല്ല വാർത്ത വന്നത് നിങ്ങളിൽ നിന്നാണ് വന്നത്. നിങ്ങൾ പറ, എവിടെ വെച്ച്, എപ്പോഴാണ്, എങ്ങനെയാണ്? എന്നാലല്ലേ എനിക്ക് പറയൂ. നാളെ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാന്നല്ലേ എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് ശക്തിയുള്ളതുകൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാവും. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഉള്ളത് എവിടെയാണ്? ഇവിടെ തന്നെയുണ്ട്. ഒരു കാര്യമുള്ളത്, കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുക ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാട്, ആ നിലപാട് ഉറച്ചതാണ്.